ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. സോ നമ്മൾ കഴിഞ്ഞ ദിവസം എന്ത് ചെയ്തു? കഴിഞ്ഞ ദിവസം നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പവർ പ്ലാന്റ് കംപ്ലീറ്റ് ആക്കി. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള വാരിയസ് മൾട്ടിപ്പിൾ ചോയ്സിൻ്റെ ഒരു ഡിസ്കഷൻ സെഷനാണ്. സോ നമുക്ക് ഫസ്റ്റ് തുടങ്ങാം. നമുക്ക് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റിക്വയർമെൻറ്റ് ഫോർ സൈറ്റ് സെലക്ഷൻ ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്? അതായത് എന്താണ് അതിൻ്റെ മീനിങ്? അത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സൈറ്റ് സെലക്ട് ചെയ്യുമ്പം, അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പം ഇതിൽ ഏത് ഫാക്ടറാണ് നമുക്ക് സ്യൂട്ടബിൾ അല്ലാത്തത്, അതാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ, അവൈലബിലിറ്റി ഓഫ് വാട്ടർ എന്തായാലും വേണം. ദെൻ കാച്ച്മെൻറ്റ് ഏരിയ, ലാർജ് ഏരിയ വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ. റോക്കി ലാൻഡ് ആണെങ്കിൽ നല്ലതാണ്. സോ ആൻസർ ഈസ് സെഡിമെൻറ്റേഷൻ. സെഡിമെൻറ്റേഷൻ എന്ന് വെച്ചാൽ എന്താ? പൊട്ടിപ്പോവുക, ചെറിയ ചെറിയ പാർട്സായി പൊട്ടിപ്പോവുക. അത് അവിടെ ഇപ്പം ലാൻഡ് സ്ട്രോങ് അല്ലെങ്കിൽ എന്ത് ചെയ്യും? ചെറിയ പാർട്സായി ബ്രേക്ക് ചെയ്യും. ഈ ബ്രേക്ക് ചെയ്ത സംഭവം എന്ത് ചെയ്യും? നമ്മളെ ഡാമിൽ വന്ന് ഡെപ്പോസിറ്റ് ആവും. സോ ഡാമിൽ വന്ന് ഡെപ്പോസിറ്റ് ആകുമ്പോൾ എന്താവും? ഓട്ടോമാറ്റിക്കലി അവിടെ വാട്ടർ ഫ്ലോ പ്രോപ്പറായി നടക്കില്ല. സോ ഫൈനലി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൻ്റെ എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യും. സോ സെഡിമെൻറ്റേഷൻ ഈസ് നോട്ട് എ ഗുഡ് തിങ്. നെക്സ്റ്റ് വൺ, എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ദാറ്റ് ക്യാൻ ബി ജനറേറ്റഡ് ബൈ എ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ. അതായത് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ എനർജി ഏതിനെ ഡിപ്പെൻഡ് ചെയ്യും? ഇതിനായിരിക്കും. അതായത് അവിടെ എത്രത്തോളം എമൗണ്ട് ഓഫ് വാട്ടർ വന്ന് വീഴുന്നു, എത്ര എമൗണ്ട് വാട്ടർ ഒന്ന് ഹിറ്റ് ചെയ്യുന്നു. വാട്ടർ ഒന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? വാട്ടർ എന്തിനു റൊട്ടേറ്റ് ചെയ്യും? ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. ടർബൈൻ എത്രത്തോളം സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് എന്ത് ചെയ്യും? ഏറ്റവും കൂടുതൽ സ്പീഡിൽ ജനറേറ്ററും വർക്ക് ചെയ്യും. സോ ടർബൈനിൽ എത്ര സ്പീഡിൽ വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും ജനറേറ്റർ വർക്ക് ചെയ്യുക. സോ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. ദെൻ നെക്സ്റ്റ് വൺ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഈസ്, എന്തൊക്കെയാണ് ഓപ്ഷൻ? എല്ലാം നിങ്ങൾക്ക് അറിയുന്ന ഓപ്ഷനാണ്. ഒന്ന്, നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി, കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി, നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി, കണ്ടിന്യൂസ് സോഴ്സ് ഓഫ് എനർജി. ഈ റിന്യൂവബിൾ നോൺ റിന്യൂവബിൾ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. എന്തായിരുന്നു റിന്യൂവബിൾ എന്ന് വെച്ചാൽ നമ്മൾ എത്ര യൂസ് ചെയ്താലും വീണ്ടും വീണ്ടും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ വാട്ടർ, വേവ്, വിൻഡ്, അതൊക്കെ. അതുപോലെ നോൺ റിന്യൂവബിൾ ആണെങ്കിലോ, നോൺ റിന്യൂവബിൾ എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് വീണ്ടും ഉണ്ടാവില്ല. സോ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് കുറഞ്ഞു തന്നെ വരും. നമ്മളിപ്പോൾ ഡീസൽ, പെട്രോൾ, അതൊക്കെ കുറഞ്ഞു വരികയാണ്. സോ അതൊക്കെ നോൺ റിന്യൂവബിൾ ആയിരിക്കും. ഓക്കെ. സോ ഇവിടെ ചോദിക്കുന്നത് എന്താ? ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഈസ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഹൈഡ്രോ ഇലക്ട്രിക് എന്ന് വെച്ചാൽ എന്താ? അത് വാട്ടർ എന്നാണ് ഉണ്ടാക്കുന്നത്. സോ അത് റിന്യൂവബിൾ ആണ് എപ്പോഴും. അതുപോലെ കുറേ കാലത്ത് യൂസ് ചെയ്യുന്നത്, കുറേ കാലത്ത് യൂസ് ചെയ്യുന്നത് എന്ന് പറയും ഇതിന് കൺവെൻഷണൽ സോഴ്സ് എന്ന് വരും. സോ ആൻസർ ഈസ് കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. നെക്സ്റ്റ് വൺ, about how much percentage of electricity is supplied by hydroelectric power plant? ടോട്ടൽ ഇലക്ട്രിസിറ്റി ജനറേഷൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് സപ്ലൈ ചെയ്യുന്നത്? എത്ര പെർസെൻറ്റേജാണ്? ഒരു ജസ്റ്റ് ആ വാല്യൂ നോർത്ത് നോക്കുക. 16.6% ആണ്. എത്രയാ? 16.6%. ദെൻ about how much percentage of total renewable energy is supplied by hydro electric power plant? ഞാൻ കുറേ ടൈപ്പ് റിന്യൂവബിൾ എനർജി പറഞ്ഞായിരുന്നു. അതിൽ എത്ര പെർസെൻറ്റേജ് ആണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് സപ്ലൈ ചെയ്യുന്നത്? എത്രയാണ്? ജസ്റ്റ് ഓർത്ത് വെക്കുക വാല്യൂ 70%. എത്രയാണ്? 70%. ദെൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഈസ് മെയിൻലി ലൊക്കേറ്റഡ് ഇൻ, അത് ഇവിടെ കുറേ ടൈപ്സ് ഏരിയാസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അത് നമുക്ക് എപ്പോഴും അറിയാം. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണെങ്കിൽ അവിടെ എന്താണ്? ഹൈലി ഹില്ലി ഏരിയ ആണെങ്കിൽ, ഹില്ലി ഏരിയ ആണ്, അങ്ങനെ ഹൈറ്റ് കൂടിയ ഏരിയ ആണെങ്കിൽ എന്താ? ഈ വാട്ടർ എന്ത് ചെയ്യും? ഈ ഹൈറ്റിൽ നിന്ന് വാട്ടർ ഫ്ലോ ചെയ്യും അല്ലേ? ഈ ഹൈറ്റിൽ നിന്നായിരിക്കും വാട്ടർ ഫ്ലോ ചെയ്യുക. എന്ത് ചെയ്യും? ഹൈറ്റിൽ ഫ്ലോ ചെയ്യുമ്പോൾ നല്ല സ്പീഡിലായിരിക്കും ടർബൈനിൽ വന്ന് ഹിറ്റ് ചെയ്യുക. സോ ടർബൈനിൽ ഹിറ്റ് ചെയ്യുമ്പോൾ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. സോ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ജനറേറ്റർ വർക്ക് ചെയ്യും. ജനറേറ്റർ വർക്ക് ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. സോ ഏറ്റവും ബെസ്റ്റ് ഏതാണ്? ഹില്ലി ഏരിയാസ്, ഹൈറ്റ് കൂടിയ ഏരിയ. സോ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഈസ് മെയിൻലി ലൊക്കേറ്റഡ് ഇൻ ഹില്ലി ഏരിയാസ്. നെക്സ്റ്റ് നോക്കാം. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഈസ് റോങ്? അതായത് താഴെ തന്നിരിക്കുന്നതിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിനെ സംബന്ധിച്ചോളം ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് റോങ് എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ, എഫിഷ്യൻസി ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഡസ് നോട്ട് റെഡ്യൂസ് വിത്ത് ഏജ്. റോങ് ആണോ? അല്ല. ദെൻ ഇറ്റ്സ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഈസ് വെരി ഹൈ ആൻഡ് ടേക്സ് എ ലോങ് ടൈം ഫോർ എറക്ഷൻ. ആണല്ലോ, കാരണം ഇനീഷ്യൽ കോസ്റ്റ് വളരെ ഹൈ ആണ്. അതുപോലെ ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ വളരെയധികം ടൈം എടുക്കും. ദെൻ ഇറ്റ് ഈസ് വെരി നീറ്റ് ആൻഡ് ക്ലീൻ പ്ലാന്റ് ബിക്കോസ് നോ സ്മോക്ക് ഓർ ആഷസ് പ്രൊഡ്യൂസ്ഡ്. ശരിയാണല്ലോ, കാരണം എന്ന് വെച്ചാൽ ഇവിടെ പ്രത്യേകിച്ച് വേസ്റ്റ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. വാട്ടർ നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. സോ പ്രത്യേകിച്ച് വേസ്റ്റ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്തായിരിക്കും? ഇത് വളരെ നീറ്റും ക്ലീനും ആയിരിക്കും. നെക്സ്റ്റ് വൺ എന്താ? മീറ്റിംഗ് റാപ്പിഡ്ലി ചേഞ്ചിങ് ലോഡിംഗ് ഡിമാൻഡ്സ് നോട്ട് പോസിബിൾ ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്നാണ്. മീറ്റിംഗ് റാപ്പിഡ്ലി ചേഞ്ചിങ് ലോഡ് ഡിമാൻഡ്സ് ഇസ് നോട്ട് പോസിബിൾ.
നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? കാരണം നമ്മൾ ലോഡ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് മീറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ മീറ്റ് ചെയ്യുന്നു? നമ്മളെ ഇൻടേക്ക് വാൾവ് അല്ലേ, അതായത് ഗേറ്റിംഗ് സിസ്റ്റം അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഇൻടേക്ക് വാട്ടറിൻ്റെ എമൗണ്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. സോ നമുക്കവിടെ റാപ്പിഡ് ചേഞ്ചസ് മീറ്റ് ചെയ്യാൻ പറ്റും ലോഡിൻ്റെ. എങ്ങനെ മീറ്റ് ചെയ്യും? നമ്മൾ ഇൻടേക്ക് വാൾവ് കൺട്രോൾ ചെയ്തിട്ട്. സോ ഇവിടെ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഹിയർ ഈസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്? അതിൽ ഏതാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് അഡ്വാൻറ്റേജ് അല്ലാത്തതെന്ന് ചോദിക്കുന്നത്? ഏതായിരിക്കും അഡ്വാൻറ്റേജ് അല്ലാത്തത്? കാരണം ഇവിടെ കൊടുത്തിരിക്കുന്ന നോക്കുക, ഫ്യൂവൽ റിക്വയർമെൻറ്റ് ആണോ? ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ചോദിക്കുന്ന അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏതാണ് നോക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടിന്യൂസ് പവർ സോഴ്സ്. എന്തെങ്കിലും അർത്ഥം കണ്ടിന്യൂസ് പവർ സോഴ്സിൻ്റെ? അതായത് ഇവിടെ യൂസ് ചെയ്യുന്ന സോഴ്സ് എന്താണ്? ഇവിടെ യൂസ് ചെയ്യുന്നത് ഹൈഡ്രോ പവർ പ്ലാന്റിൽ വാട്ടറാണ് അല്ലേ. അപ്പോൾ ഡിഫറെൻറ്റ് സീസൺ അനുസരിച്ച്, ഇപ്പോൾ സമ്മർ സീസണിൽ വാട്ടർ ആയിരിക്കില്ല വിൻ്റർ സീസണിൽ ഉണ്ടാവുക, അതായിരിക്കില്ല റെയിനി സീസണിൽ ഉണ്ടാവുക. അതായത് എമൗണ്ട് വാട്ടറിൻ്റെ അളവ്, എമൗണ്ട് വാട്ടർ എന്ത് ചെയ്യും? വാരി ചെയ്യും ഓരോ സീസൺ അനുസരിച്ച്. സോ കണ്ടിന്യൂസ് പവർ സോഴ്സ് അത് നമുക്കതിൽ ഉറപ്പ് പറയാൻ പറ്റില്ല. സോ ആൻസർ സി ആണ് ഇതിൻ്റെ ആൻസർ. സോ നെക്സ്റ്റ്, ദ ലോങ് പൈപ്പ് വിച്ച് ക്യാരി വാട്ടർ ഫ്രം റിസർവോയർ ടു ടർബൈൻ. അറിയാലോ, റിസർവോയറിൽ നിന്ന് ടർബൈനിലേക്ക് വാട്ടറിനെ ക്യാരി ചെയ്യുന്ന പൈപ്പിന് നമ്മൾ എന്താ പറയുക? നോർമലി ലോങ് പൈപ്പ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്താണ്? പെൻസ്റ്റോക്ക് അല്ലേ. പെൻസ്റ്റോക്ക് ആണ് നമ്മുടെ ലോങ് പൈപ്പ്. ഇനി ബാക്കിയിൽ പറയുകയാണെങ്കിൽ സ്പിൽവേ വെച്ചാൽ എന്താ? സ്പിൽവേ നമുക്കറിയാം എന്താണ് സ്പിൽവേ വെച്ചാൽ. സ്പിൽവേ വെച്ചാൽ നമ്മൾ എവിടെ വരുന്നത്? സ്പിൽവേ എവിടെ വരുന്നത്? നമ്മൾ സ്പിൽവേ വരുന്നത് നമ്മൾ വാട്ടർ കൺട്രോളിങ് അല്ലേ. അതായത് എത്ര എമൗണ്ട് വാട്ടർ വരണം, ആ വാട്ടർ കൺട്രോളിങ് ആയിട്ടുള്ള ഒരു സെറ്റാണ് സ്പിൽവേ, വാട്ടർ കൺട്രോളിങ്. പെൻസ്റ്റോക്ക് ആണ് നമ്മുടെ ലോങ് പൈപ്പ്. ദെൻ ഡ്രാഫ്റ്റ് ട്യൂബ് എന്താ? ഡ്രാഫ്റ്റ് ട്യൂബ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എവിടെ? ഡ്രാഫ്റ്റ് ട്യൂബ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മളെ ടർബൈൻ്റെ ഔട്ട്പുട്ടിൽ, അതായത് ടർബൈൻ്റെയും ടെയിൽ റേസിൻ്റെയും ഇടയിൽ. ദെൻ ടർബൈൻ നമുക്കറിയാം എന്തിനാണ് യൂസ് ചെയ്യാൻ ടർബൈൻ? നമ്മളെ കൈനറ്റിക് എനർജി വാട്ടറിനെ മെക്കാനിക്കൽ എനർജി കൺവേർട്ട് ചെയ്യാൻ. സോ ഇവിടെ ലോങ് പൈപ്പ് എന്ന് ചെയ്ത ആൻസർ പെൻസ്റ്റോക്ക് ആണ് ആൻസർ. നമ്മുടെ ആൻസർ എന്താണ്? പെൻസ്റ്റോക്ക്. സോ ദി ആൻസർ ഈസ് ബി. ദെൻ ദ വാൾവ് വിച്ച് കൺട്രോൾ വാട്ടർ ഫ്രം റിസർവോയർ ടർബൈൻ. ഓൾറെഡി ചോദിച്ചു എന്താണ്, ഏതാണ് നമ്മളെ വാൾവ് കൺട്രോൾ ചെയ്യുന്ന വാൾവ് ഏതാണ്? സ്പിൽവേ. സ്പിൽവേ ആണ് നമ്മൾ എന്താണ് തൊട്ട് മുന്നേ പറഞ്ഞു തരുന്നത് അല്ലേ. സ്പിൽവേ ആണ് കൺട്രോൾ ചെയ്യുന്നത്. സോ ആൻസർ ഈസ് സ്പിൽവേ, ആൻസർ എ. ദെൻ ദ പാർട്ട് വിച്ച് മെയിൻറ്റെയിൻ യൂണിഫോം ലോഡ് ഓൺ ടർബൈൻ. അതായത് നമുക്കറിയാം ഇടയ്ക്ക് എന്ത് ചെയ്യും? വാട്ടറിൻ്റെ എമൗണ്ട് വാരി ചെയ്യും. ടർബൈനിൽ നിന്ന് ഹീറ്റ് ചെയ്യുന്ന വാട്ടറിൻ്റെ എമൗണ്ട് വാരി ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ വാട്ടർ ഷോർട്ടേജ് വരാം. ചിലപ്പോൾ വാട്ടർ ഷോർട്ടേജ്, അതായത് ടർബൈനിൽ വാട്ടർ ഷോർട്ടേജ് വരാം. ടർബൈനിൽ വാട്ടർ ഷോർട്ടേജ് വരുമ്പോൾ നമ്മൾ എവിടെ നിന്ന് വാട്ടർ എടുക്കുക എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞൊരു ടെമ്പററി ടാങ്ക് ഉണ്ട് വാട്ടർ സ്റ്റോർ ചെയ്യാൻ. ആ ടാങ്കിൻ്റെ പേരെന്താണ്? സർജ് ടാങ്ക് അല്ലേ. ടാങ്കിൻ്റെ പേരാണ് സർജ് ടാങ്ക്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ദ കൺവേർഷൻ ഓഫ് എനർജി ഇൻ ടർബൈൻ ഈസ്. ടർബൈനിൽ ഏത് എനർജി കൺവേർട്ട് ആവുന്നത് നിങ്ങൾക്കറിയാം. ഇനീഷ്യലി ഏത് എനർജിയാണുള്ളത്? വാട്ടർ നല്ല ഹൈറ്റിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. സോ ഹൈറ്റിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ഏത് എനർജി? പൊട്ടൻഷ്യൽ എനർജി. ദെൻ അവിടുന്ന് ഡാം വഴി എന്ത് ചെയ്യും? ടർബൈനിലേക്ക് എത്തും. ടർബൈനിലേക്ക് എത്തുമ്പോൾ ഏത് എനർജി ആയിട്ട് മാറും? കൈനറ്റിക് എനർജി ആയിട്ട് മാറും. സോ ടർബൈൻ ഔട്ട്പുട്ടിലെത്തുമ്പോൾ എന്ത് ചെയ്യും? കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? ടർബൈൻ്റെ ബ്ലേഡിനെ റൊട്ടേറ്റ് ചെയ്യും. സോ അവിടെ എന്ത് ചെയ്യും? കൈനറ്റിക് എനർജി ഏതായിട്ട് കൺവേർട്ട് ചെയ്യും? കൈനറ്റിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി അല്ലേ. കൈനറ്റിക് എനർജി ഏതായിട്ട് കൺവേർട്ട് ചെയ്യും? മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ആവും. സോ ഏതാണ് ഓപ്ഷൻ? ആൻസർ ഈസ് എ. ദെൻ അടുത്തത് സെയിം മോഡൽ ക്വസ്റ്റൻ ആണ്. കൺവേർഷൻ ഓഫ് എനർജി ജനറേറ്റർ. നമുക്കറിയാലോ ജനറേറ്റർ എവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്? ജനറേറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ടർബൈൻ കഴിഞ്ഞ ഉടനെയാണ് നമ്മൾ ജനറേറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ ജനറേറ്ററിൽ നടക്കുന്ന കൺവേർഷൻ എന്താ? ജനറേറ്ററിൽ നമ്മൾ മെക്കാനിക്കൽ എനർജി, അതായത് ടർബൈനിൽ നിന്ന് കിട്ടുന്ന മെക്കാനിക്കൽ എനർജി നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യും. നോക്കുക ഇവിടെ നമുക്ക് ഏതാ ഉള്ളത്? മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ബി. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് എന്താ? ദി കൺവേർഷൻ ഓഫ് എനർജി ഇൻ ഡ്രാഫ്റ്റ് ട്യൂബ് ഈസ്. ഇത് ഡ്രാഫ്റ്റ് ട്യൂബിൽ നടക്കുന്ന എനർജി കൺവേർഷൻ. ഡ്രാഫ്റ്റ് ട്യൂബ് എവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറ്? ഡ്രാഫ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എവിടെയാണ്? അതായത് ടർബൈൻ്റെ ഔട്ട്പുട്ടിൽ അല്ലേ. ടർബൈൻ്റെ ഔട്ട്പുട്ടിൽ, അതായത് ടർബൈനും ടെയിൽ റേസിനും ഇടയിലായിട്ടാണ് നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ആ ഡ്രാഫ്റ്റ് ട്യൂബ് എന്ത് ചെയ്യും? അതായത് ടർബൈനിൽ നിന്ന് വരുന്ന ഹൈ വെലോസിറ്റി, ഹൈ സ്പീഡ് വാട്ടറിനെ എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ വെലോസിറ്റി കുറച്ചിട്ട് പ്രഷർ കൂട്ടും. സോ വെലോസിറ്റി കുറച്ച് പ്രഷർ കൂട്ടുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഏത് എനർജി? കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിനെ ഏതായിട്ട് മാറ്റും? പ്രഷർ എനർജിയെ കൺവേർട്ട് ചെയ്യും. സോ ഇവിടെ കൈനറ്റിക് എനർജി ടു പ്രഷർ എനർജി കൺവേർഷനാണ് നടക്കുന്നത്.
ആൻസർ ഏതാ? ഡി. നെക്സ്റ്റ് വൺ, വിച്ച് എലമെൻറ്റ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് പ്രിവെൻറ്റ്സ് ദി പെൻസ്റ്റോക്ക് ഫ്രം വാട്ടർ ഹാമർ ഫിനോമിനോൺ. അതായത് പെൻസ്റ്റോക്കിനെ വാട്ടർ ഹാമർ ഫിനോമിനോന്ന് രക്ഷിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു എന്താണ് വാട്ടർ ഹാമർ ഫിനോമിനൻ എന്ന് വെച്ചാൽ ഒരു ടേം ജസ്റ്റ് വന്ന് വാട്ടർ ഹാമർ ഫിനോമിനൻ. ഇത് വാട്ടർ ഹാമർ എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ജസ്റ്റ് വളരെ സിമ്പിളാണ്. വാട്ടർ ഹാമർ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. എന്താണ് ഇപ്പോൾ നോക്കുക, ഇപ്പോൾ പെൻസ്റ്റോക്കിൽ ആവശ്യത്തിൽ കൂടുതൽ വാട്ടർ പെൻസ്റ്റോക്കിൽ വന്ന് എന്ത് ചെയ്യും, ടർബൈൻ്റെ അവിടെ എത്തുമ്പോൾ തിരിച്ചു വരും. എന്നുവെച്ചാൽ ആവശ്യത്തിൽ കൂടുതൽ വാട്ടർ പെൻസ്റ്റോക്കിൽ നിന്ന് ടർബൈനിൽ പോകുമ്പോൾ എന്ത് ചെയ്യും, ആ കൂടുതൽ എക്സസ് വാട്ടർ എന്ത് ചെയ്യും, ടർബൈനിൽ നിന്ന് തിരിച്ചു വരും. അതായത് പെൻസ്റ്റോക്കിൽ നിന്ന് റിവേഴ്സ് വരും. ആ റിവേഴ്സ് വരുന്നതിനാണ് ആ ടർബൈനിൽ പെൻസ്റ്റോക്കിൽ നിന്ന് വാട്ടർ റിവേഴ്സ് ഫ്ലോ നടക്കുന്നതിന് നമ്മൾ പറയുന്നത് വാട്ടർ ഹാമർ എന്ന് പറയുന്നത്. അപ്പോൾ പോകുന്ന വാട്ടർ തിരിച്ച് ഹിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ പെൻസ്റ്റോക്കിൻ്റെ വോളിൽ പോയി ഹിറ്റ് ചെയ്യും. സോ വോളിൽ പോയി ഹിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വോളിന് ഡാമേജ് സംഭവിക്കും. സോ ഈ എക്സസ് വാട്ടർ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. ഏത് വെച്ചിട്ട് സ്റ്റോർ ചെയ്യുന്നത്? സർജ് ടാങ്ക് വെച്ചിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. സോ നമ്മളിവിടെ ആൻസർ എന്തായിരിക്കും, സർജ് ടാങ്ക് ആയിരിക്കും നമ്മുടെ ആൻസർ, ഓപ്ഷൻ ഡി. എക്സസ് വാട്ടർ എന്ത് ചെയ്യും, നമ്മൾ ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, വാട്ടർ ഷോർട്ടേജ് വരികയാണെങ്കിൽ എന്ത് ചെയ്യും, അതായത് പെൻസ്റ്റോക്ക് വാട്ടർ ഷോർട്ടേജ് വരികയാണെങ്കിൽ നമ്മൾ സർജ് ടാങ്കിൽ നിന്ന് ആ വാട്ടർ എടുക്കും, റിലീസ് ചെയ്യും. സോ ആൻസർ ഈസ് സർജ് ടാങ്ക്. ദെൻ ട്രാഷ് റാക്സ് ആർ ലൊക്കേറ്റഡ്. അതായത് ട്രാഷ് റാക്സ് ജസ്റ്റ് നോക്കുക, ട്രാഷ് നിങ്ങൾക്കറിയാം. ട്രാഷ് എന്ന് വെച്ചാൽ എന്താ, ഈ വേസ്റ്റ് സെഡിമെൻറ്റ്സ് അതിനൊക്കെ നമ്മൾ ട്രാഷ് എന്ന് പറയാം അല്ലേ. അതായത് ഈ ചെറിയ ചെറിയ അതായത് ഡസ്റ്റ് എല്ലാം വരാം, അതായത് ഈ വേസ്റ്റ് പാർട്ടിക്കിൾ നോക്കുക. അപ്പോൾ നോർമൽ നമ്മൾ ഡാമിൽ നിന്ന് ഞാൻ പറഞ്ഞു ഡാമിൽ എന്ത് ചെയ്തു, ഡാമിൻ്റെ പിറകിൽ നമ്മൾ റിസർവോയറിൽ വാട്ടർ സ്റ്റോർ ചെയ്തു അല്ലേ. അതുപോലെ നമ്മൾ ഗേറ്റ് വാൾ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ വാട്ടറിൽ ചിലപ്പോൾ എന്തെങ്കിലും ഡസ്റ്റോ കുറേ മാലിന്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് നേരെ എന്ത് ചെയ്യും, പെൻസ്റ്റോക്കിലേക്ക് വരും. അപ്പോൾ അത് മാലിന്യം അടക്കാതെ പെൻസ്റ്റോക്കിലേക്ക് വരുന്നെങ്കിൽ എന്ത് സംഭവിക്കും, ഈ വാട്ടർ നേരെ പെൻസ്റ്റോക്കിൽ നിന്ന് ടർബൈനിലേക്കാണ് വരിക. സോ ടർബൈൻ്റെ ബ്ലേഡിൽ വന്നിട്ട് അത് എന്തെങ്കിലും ബ്ലോക്കാക്കി നിൽക്കും. സോ അത് എന്ത് ചെയ്യും, ടർബൈൻ്റെ എഫിഷ്യൻസിനെ ഓട്ടോമാറ്റിക്കലി എഫക്റ്റ് ചെയ്യും. സോ ഇങ്ങനത്തെ റിമൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും, ഈ വരുന്ന ഇൻടേക്ക് സൈഡിൽ നിന്ന് നമ്മളൊരു ഫിൽറ്റർ പോലത്തെ സാധനം ഫിറ്റ് ചെയ്യും. സോ ആ ഫിൽറ്ററിനെ നമ്മൾ എന്ത് പറയുന്നത്, ട്രാഷ് റാക്സ് എന്ന് പറയുന്നത്. സോ എന്താ ചെയ്യുന്ന ട്രാഷ് റാക്ക്, ഈ വാട്ടറിന്ന് റിസർവോയറിന്ന് പെൻസ്റ്റോക്കിലേക്ക് വരുന്ന വാട്ടറിലെ വേസ്റ്റ് പാർട്ടിക്കിൾ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. സോ ഇത് നമ്മളിവിടെ ഫിറ്റ് ചെയ്യുക, ഇൻടേക്ക് സൈഡിലാണ് നമ്മൾ ഫിറ്റ് ചെയ്യുക. സോ ഇത്രയാണ് നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്ന് ചോദിച്ചിരിക്കുന്ന മെയിൻ ക്വസ്റ്റ്യൻസ്, അതായത് മെയിൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. സോ നമുക്ക് അടുത്തത് ഇനി തെർമൽ പവർ പ്ലാന്റിലേക്ക് പോവാം. നോക്കുക, തെർമൽ പവർ പ്ലാന്റിൽ പോകുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, തെർമൽ എഫിഷ്യൻസി ഓഫ് എ സ്റ്റീം പവർ സ്റ്റേഷൻ ഈസ്. നോർമലി ഒരു തെർമൽ പവർ പ്ലാന്റിൻ്റെ എഫിഷ്യൻസി എത്രയാണ്, അതാണ് അവർ ചോദിക്കുന്നത്. എത്രയാണ് നോർമൽ എഫിഷ്യൻസി എന്ന് ഓർത്ത് വെക്കുക, 28%. 28%, അതാണ് ആൻസർ, 28%. ഇതിനടുത്തത് റാങ്കിൻ സൈക്കിൾ എഫിഷ്യൻസി ഇൻ എ ഗുഡ് സ്റ്റീം പവർ സ്റ്റേഷൻ മേ ബി ഇൻ ദി റേഞ്ച് ബിറ്റ്വീൻ. അതായത് റാങ്കിൻ സൈക്കിൾ എന്ന് വെച്ചാൽ എന്താ, അതായത് സ്റ്റീം പവർ സ്റ്റേഷൻ വർക്ക് ചെയ്യുന്ന സൈക്കിൾ, അതായത് സ്റ്റീം പവർ സ്റ്റേഷൻ നമ്മളെ തെർമൽ പവർ സ്റ്റേഷൻ അത് വർക്ക് ചെയ്യുന്ന സൈക്കിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതായത് എല്ലാ പവർ സ്റ്റേഷനും ഒരു സൈക്കിൾ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുക. സോ ഈ സ്റ്റീം പവർ സ്റ്റേഷൻ വർക്ക് ചെയ്യുന്ന സൈക്കിൾ നമ്മളെന്ന് പറയുന്നത് റാങ്കിൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ, റാങ്കിൻ സൈക്കിളിൻ്റെ നോർമൽ എഫിഷ്യൻസി റേഞ്ച് എത്രയാണ്, ഇത് ഒരു ഗുഡ് സ്റ്റീം പവർ സ്റ്റേഷൻ ആണെങ്കിൽ അതിൻ്റെ റേഞ്ച് എത്രയാണ്. നമ്മൾ നോർമൽ ഒരു ഐഡിയൽ റേഞ്ചാണ് പറയുന്നത്. ഇനി വാല്യൂ എത്ര, നോർമൽ 35 to 40 ആണ്. നോർമൽ റേഞ്ച് എത്ര, 35 to 40. ദെൻ എ സ്റ്റീം പവർ സ്റ്റേഷൻ റിക്വയർസ് സ്പേസ് ഈക്വൽ ടു ഡീസൽ പവർ സ്റ്റേഷൻ, മോർ ദാൻ ഡീസൽ പവർ സ്റ്റേഷൻ, ലെസ് ദാൻ ഡീസൽ പവർ സ്റ്റേഷൻ, നൺ ഓഫ് ദി അബോവ്. നോക്കുക, ഒരു സ്റ്റീം പവർ സ്റ്റേഷൻ ആകുമ്പോൾ എപ്പോഴും നമുക്ക് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ സ്റ്റേഷൻ ആകുമ്പോൾ അതൊരു ഡീസലായിട്ട് കമ്പയർ ചെയ്യുമ്പം കൂടുതൽ നമുക്ക് കൂടുതൽ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്ന എപ്പോഴും മോസ്റ്റ്ലി കോൾ ആയിരിക്കും. അപ്പോൾ കോൾ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഒക്കെ വേണം. സോ നമുക്ക് എന്താണ്, ഡീസലിനെക്കാട്ടും കൂടുതൽ സ്പേസ് വേണം ഒരു സ്റ്റീം പവർ സ്റ്റേഷനിൽ യൂസ് ചെയ്യുമ്പോൾ. സോ ഇതിന് ആൻസർ മോർ ദാൻ ഡീസൽ പവർ സ്റ്റേഷൻ ആയിരിക്കും. ദ മേജർ ഹീറ്റ് ലോസ് ഇൻ എ സ്റ്റീം പവർ സ്റ്റേഷൻ ഒക്കേഴ്സ് ഇൻ. അതായത് ഒരു സ്റ്റീം പവർ സ്റ്റേഷനിൽ നമ്മൾക്കറിയാം അവിടെ നല്ല ഹൈ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. സോ ഈ ഹീറ്റ് നമ്മൾ എവിടെയാണ് മെയിനായിട്ട് റിമൂവ് ചെയ്യാമെന്ന് ചോദിക്കുന്നത്. നമുക്കറിയാം എവിടെയാണ് റിമൂവ് ചെയ്യുക, കണ്ടൻസറിലായിരിക്കും അല്ലേ. സാധനം കണ്ടൻസർ കൂളിംഗ് ടവറുമായിട്ട് കണക്റ്റഡ് ആണ്. സോ ആൻസർ എന്തായിരിക്കും, കണ്ടൻസർ. ദി കോസ്റ്റ് ഓഫ് ഫ്യൂവൽ ട്രാൻസ്പോർട്ടേഷൻ ഈസ് മാക്സിമം ഇൻ.
അതായത് ഫ്യൂവൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇതിലേതിലേക്ക് മാക്സിമം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ റിസ്കി ഫ്യൂവൽ ഏതാണ്? ന്യൂക്ലിയർ ഫ്യൂവലാണ്. എന്ന് വെച്ചാൽ അത് ഹൈലി റേഡിയോ ആക്റ്റീവ് ആണ് അല്ലേ. സോ ഏറ്റവും കൂടുതൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് ഏതാണ്? ന്യൂക്ലിയർ ഫ്യൂവലാണ്. സോ എന്തായിരിക്കും ഏറ്റവും കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും ബുദ്ധിമുട്ട്? ന്യൂക്ലിയർ പവർ പ്ലാന്റിലായിരിക്കും. സോറി, ഇവിടെ ആൻസർ ബി എന്ന് കൊടുത്തിരിക്കുന്നത്. ഈ ആൻസർ കറക്റ്റ് സി ആണ്. ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്യുക. ആൻസർ ബി അല്ല, ആൻസർ സി ആണ് കറക്റ്റ്. ആൻസർ ഏതാണ്? കോസ്റ്റ് ഓഫ് ഫ്യൂൽ ട്രാൻസ്പോർട്ടേഷൻ മാക്സിമം ന്യൂക്ലിയർ പവർ പ്ലാന്റിലാണ് ഏറ്റവും കൂടുതൽ. കാരണം റിസ്ക് വരുന്നത്. സോ അതിലാണ് ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ പവർ പ്ലാന്റിലാണ് കോസ്റ്റ് വരുന്നത്. അതായത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഏറ്റവും മാക്സിമം വരുന്നത്. കാരണം അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതാണ്. സോ ഇവിടെ വരുന്നത് ന്യൂക്ലിയർ പവർ പ്ലാന്റിലാണ്. നെക്സ്റ്റ് നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേഷൻ ഈസ് ലീസ്റ്റ് എഫിഷ്യൻറ്റ്? അതായത് ലീസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റേഷൻ ഏതാണെന്ന് അടുത്ത ക്വസ്റ്റ്യൻ. ഇതാണ് ഏറ്റവും ലീസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റേഷൻ. ഹൈഡ്രോ ഇലക്ട്രിക് ഉണ്ട്, തെർമൽ ഉണ്ട്, ന്യൂക്ലിയർ ഉണ്ട്, നൺ ഓഫ് ദി അബോവ്. നോക്കുക, ന്യൂക്ലിയർ പവർ പ്ലാന്റാണ് ഏറ്റവും ലീസ്റ്റ് എഫിഷ്യൻറ്റ്. കാരണം അവിടെ വരുന്ന എഫിഷ്യൻസി നമുക്ക് കമ്പാരിറ്റീവ്ലി വളരെ ലോ ആയിരിക്കും. കാരണം തെർമലിനെക്കാട്ടും ലോ ആണ് ന്യൂക്ലിയറിൽ വരുന്ന എഫിഷ്യൻസി. സോ ഏറ്റവും ലീസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഏതാണ്? ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ്. ദെൻ ദി ഫോളോയിങ് ഈസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് എനർജി കൺവേർഷൻ ഇൻ തെർമൽ പവർ പ്ലാന്റ്. അതായത് തെർമൽ പവർ പ്ലാന്റ് നടക്കുന്ന എനർജി കൺവേർഷൻ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം തെർമൽ പവർ പ്ലാന്റിൽ ഇനീഷ്യൽ എന്താ ഉണ്ടാവില്ല? നമ്മുടെ കോളാണ് ഉണ്ടാവില്ല. സോ കോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ എനർജി എന്താ? കോളിനെ നമ്മൾ എന്ത് ചെയ്യും? ഹീറ്റ് ചെയ്യും അല്ലേ, ചൂടാക്കും. കോളിനെ ചൂടാക്കി നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റീം ഉണ്ടാക്കുന്നത്. സോ അത് ഇനീഷ്യൽ എന്താണ്? കെമിക്കൽ എനർജി ആയിരിക്കും. ദെൻ ആ സ്റ്റീം വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ടർബൈൻ വർക്ക് ചെയ്യും. സോ ദാറ്റ് ഈസ് മെക്കാനിക്കൽ എനർജി. ദെൻ ആ ടർബൈൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ജനറേറ്റർ വർക്ക് ചെയ്യും. സോ ദാറ്റ് ഈസ് ഇലക്ട്രിക്കൽ എനർജി. സോ കൺവേർഷൻ എന്താ? കെമിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ. സോ ആൻസർ ഈസ് എ. എ തെർമൽ പവർ പ്ലാന്റ് ടർബൈൻ ഈസ് പ്ലേസ്ഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഏതൊരു തെർമൽ പവർ പ്ലാന്റ് ടർബൈൻ എവിടെ പ്ലേസ് ചെയ്യുന്നത്? ബോയിലറിനും ജനറേറ്ററിനും ഇടയിൽ അല്ലേ. അതായത് ബോയിലറിനും ജനറേറ്ററിനും ഇടയിലാണ് നമ്മളെ ടർബൈൻ പ്ലേസ് ചെയ്യുന്നത്. ബോയിലറിൽ നടക്കുന്ന കൺവേർഷനാണ് എന്ത്? കെമിക്കൽ എനർജി കൺവേർഷൻ. അതുപോലെ ജനറേറ്ററിൽ നടക്കുന്നതാണ് ഇലക്ട്രിക്കൽ എനർജി. ഈ രണ്ടിനിടയിലാണ് എന്ത് ചെയ്യുന്നത്? മെക്കാനിക്കൽ എനർജി ആവുന്നത്. സോ നമ്മൾ എവിടെ പ്ലേസ് ചെയ്യുന്നത്? ഇൻ ബിറ്റ്വീൻ ബോയിലർ ആൻഡ് ജനറേറ്റർ. ദ ആൻസർ ഈസ് ബി. നെക്സ്റ്റ് വൺ. ഇൻ തെർമൽ പവർ പ്ലാന്റ് ദി ഡസ്റ്റ് ഓഫ് ഫ്ലൂ ഗ്യാസസ് ഈസ് ട്രാപ്ഡ് ബൈ. അതായത് ഇവിടെ തെർമൽ പവർ പ്ലാന്റ് ഉണ്ടാകും. നമുക്കറിയാം ഫ്ലൂ ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. ഫ്ലൂ ഗ്യാസ് എന്ന് വെച്ചാൽ എന്താ? വേസ്റ്റ് ഗ്യാസ്. സോ ആ വേസ്റ്റ് ഗ്യാസ് നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകരുത്. ആ വേസ്റ്റ് ഗ്യാസ് നമ്മൾ എന്ത് ചെയ്യണം? ഫിൽട്ടർ ചെയ്യണം. സോ ആ ഫിൽട്ടർ ചെയ്യുന്ന ഏതാണെന്ന് ചോദിക്കുന്നത്. ഇതിലേതാണ് ഫിൽട്ടർ ചെയ്യുന്ന? ഏതാണ് ഫ്ലൂ ഗ്യാസിനെ ഫിൽട്ടർ ചെയ്യുന്നത്? പ്രിസിപ്പിറ്റേറ്റർ. സോ പ്രിസിപ്പിറ്റേറ്ററാണ് എന്ത് ചെയ്യുന്നത്? ഫ്ലൂ ഗ്യാസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. സോ ദ ആൻസർ ഈസ് എ, പ്രിസിപ്പിറ്റേറ്റർ. നെക്സ്റ്റ് വൺ. ദി ഫോളോയിങ് ഈസ് നോട്ട് എ കമ്പോണൻറ്റ് ഓഫ് തെർമൽ പവർ പ്ലാന്റ്. അത് തെർമൽ പവർ പ്ലാന്റിൻ്റെ കമ്പോണൻ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ ജസ്റ്റ് ഈസിയാണ്. കണ്ടൻസർ ഉണ്ട്, കൂളിംഗ് ടവർ ഉണ്ട്, ടർബൈൻ ഉണ്ട്. സോ ആൻസർ ഈസ് ഫ്യൂവൽ ടാങ്ക്. ഫ്യൂവൽ ടാങ്ക് നമുക്ക് അവിടെ ആവശ്യമില്ല. കാരണം ഒരു ടാങ്ക് ആയിട്ടല്ല നമ്മൾ കീപ്പ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ എന്താ ചെയ്യുന്നത്? ജസ്റ്റ് ഒരു ഫ്യൂവൽ ഹാൻഡ്ലിംഗ് പ്ലാന്റ് മാത്രമേ ഉള്ളൂ. അതായത് കോൾ ഹാൻഡ്ലിംഗ് പ്ലാന്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ ടാങ്ക് ആയിട്ട് കീപ്പ് ചെയ്യുന്നില്ല. ഫ്യൂവൽ ടാങ്ക് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നില്ല. സോ ആൻസർ ഈസ് ഡി. ഫോർ സ്റ്റീം ബോയിലേഴ്സ് ദ ഫ്യൂവൽസ് ആർ മെയിൻലി. നമുക്ക് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ഫോർ സ്റ്റീം ബോയിലേഴ്സ് ദ ഫ്യൂവൽസ് ആർ മെയിൻലി. അത് നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ബിറ്റുമിനസ് കോൾ ഉണ്ട്, ഫ്യൂവൽ കോൾ ഉണ്ട്, നാച്ചുറൽ ഗ്യാസ് ഉണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റീം ബോയിലേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യണം. സോ നമ്മൾ നോക്കാം, നമ്മൾ ഈ തെർമൽ പവർ പ്ലാന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നെങ്കിൽ ക്വസ്റ്റ്യൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് തെർമൽ പവർ പ്ലാന്റ് എന്നാണ് ക്വസ്റ്റ്യൻ. നന്നായി ശ്രദ്ധിക്കുക. തെർമൽ പവർ പ്ലാന്റിൽ യൂസ് ചെയ്യുന്ന മെയിൻ ഫ്യൂലായി ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ? ബിറ്റുമിനസ് എഴുതുക. പക്ഷെ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ? സ്റ്റീം ബോയിലേഴ്സിൽ ഇതിൽ ഏതൊക്കെ യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. സോ നോക്കുക, ബിറ്റുമിനസ് കോയിൽ യൂസ് ചെയ്യും, ഫ്യൂവൽ ഓയിൽ യൂസ് ചെയ്യും, നാച്ചുറൽ ഗ്യാസ് യൂസ് ചെയ്യും. ഇതെല്ലാം, അതായത് എല്ലാ ഫ്യൂവലും എവിടെ യൂസ് ചെയ്യും? നമ്മൾ സ്റ്റീം ബോയിലറിൽ യൂസ് ചെയ്യും. എല്ലാ ഫ്യൂവലും നമ്മൾ സ്റ്റീം ബോയിലറിൽ യൂസ് ചെയ്യും. സോ ആൻസർ ഈസ് ഡി, ഓൾ ഓഫ് ദി എബോവ്. തെർമൽ ആണെങ്കിൽ എന്താ ആൻസർ? ബിറ്റുമിനസ് കോളാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ. ദ ഫോളോയിങ് ഈസ് ഓർ ആർ ദി ഹാഷ് ഹാൻഡ്ലിംഗ് സിസ്റ്റം. നമുക്കറിയാം ഏത് തെർമൽ പവർ പ്ലാന്റിൽ വർക്കിംഗ് നടക്കുമ്പോൾ കോള് ബേൺ ചെയ്ത് ലാസ്റ്റ് എന്ത് ചെയ്യും? ആഷ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ആഷിനെ നമ്മൾ പുറത്തേക്ക് കളയാൻ ഏതൊക്കെയാണ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്? ഏതൊക്കെ ഓപ്ഷൻ തന്നിരിക്കുന്നത്? ഹൈഡ്രോളിക് സിസ്റ്റം പറഞ്ഞിട്ടുണ്ട്, ദെൻ ന്യൂമാറ്റിക് സിസ്റ്റം പറഞ്ഞിട്ടുണ്ട്, ദെൻ സ്റ്റീം ജെറ്റ് സിസ്റ്റം പറഞ്ഞിട്ടുണ്ട്. ഈ എല്ലാ സിസ്റ്റവും നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നതാണ്? നമ്മളിത് റിമൂവ് ചെയ്യാൻ, ആഷ് ഹാൻഡ്ലിങ് റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. സോ ആൻസർ ഈസ് ഡി, ഓൾ ഓഫ് ദി എബോവ്. Then
ദി മേജർ കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് ഫ്ലൈ ആഷ് ഈസ്. ഫ്ലൈ ആഷ് എന്ന് വെച്ചാൽ എന്താ? ചാരം, അതായത് പുറത്തേക്ക് പോകുന്ന ചാരമായിട്ട് പോകുന്ന സാധനം ഫ്ലൈ ആഷ്, നമ്മൾ ആഷ് ആയിട്ട് പോകുന്നത് അല്ലേ. അതിൻ്റെ മെയിൻ കണ്ടൻറ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും അറിയാം ഏതാണ് മെയിൻ, ചാരത്തിൽ മെയിൻ കണ്ടൻറ്റ് ഏതാ? സിലിക്കൺ ഡയോക്സൈഡ്, SiO2 എന്ന് പറയും. സിലിക്കൺ ഡയോക്സൈഡ് SiO2 അതാണ് നമ്മുടെ മെയിൻ കണ്ടൻറ്റ്. സോ ആൻസർ ഈസ് എ. ദെൻ ദി ഡ്രാഫ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ചിമ്നി, അതായത് നമുക്കറിയാം എയർ, നമ്മൾ ഡ്രാഫ്റ്റ് സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് എയറിനെ കൊണ്ടുവരുന്നത്. നമ്മളെ കോൾ ബേൺ ചെയ്യണമെങ്കിൽ എയർ വേണം. ആ എയറിന് നമ്മൾ ഉള്ളോട്ട് കൊണ്ടുവരുന്നത്, ബോയിലറിൻ്റെ ഉള്ളോട്ട് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ഡ്രാഫ്റ്റ് സിസ്റ്റം വെച്ചാണ്, ഫോഴ്സ് ഡ്രാഫ്റ്റ് സിസ്റ്റം വെച്ചാണ് കൊണ്ടുവരുന്നത്. സോ അവിടെ ദ ഡ്രാഫ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ചിമ്നി ഈസ് ഇഫ് ഡ്യൂ ടു ദി ഡാഷ് difference between the column of hot gases inside chimney and cold air outside, which means അതായത് ചിമ്മിണീൻ്റെ ഉള്ളിൽ ഹോട്ട് ഗ്യാസസ് ഉണ്ടാവും. ഓക്കെ, അതുപോലെ പുറത്തുനിന്നുണ്ടാവും കോൾഡ് എയർ ഉണ്ടാവും. സോ ഈ ഡ്രാഫ്റ്റ് ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റീൻ്റെ ചേഞ്ച് കാരണമാണ് നമ്മൾ ഡ്രാഫ്റ്റ് സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡ്രാഫ്റ്റ് വെച്ച് എന്താ? നമ്മൾ എയറിനെ ബോയിലറിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരിക, ചിമ്മിണി വഴി കൊണ്ടുവരിക. സോ അത് ഏതൊരു ക്വാണ്ടിറ്റീൻ്റെ ചേഞ്ച് കൊണ്ടാണ് ആ ഫ്ലോ ഒക്കർ ചെയ്യുന്നത്. സോ അത് ഏത് ക്വാണ്ടിറ്റിയാണ് ആൻസർ? എന്താണ് ആൻസർ? ഡെൻസിറ്റീൻ്റെ ഡിഫറൻസ് ആണ്. ഡെൻസിറ്റി ഡിഫറൻസ് കാരണമാണ് അവിടെ ഫ്ലോ നടക്കുന്നത്. സോ ആൻസർ ഈസ് സി, ഡെൻസിറ്റി. ദെൻ എക്കണോമൈസേഴ്സ് ഇംപ്രൂവ് ബോയിലർ എഫിഷ്യൻസി ബൈ. തെർമൽ പവർ പ്ലാന്റിൽ ബോയിലറിൻ്റെ, അതായത് ബോയിലർ മോർ എഫക്റ്റീവായി വർക്ക് ചെയ്യാൻ, ബോയിലറിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ, അതുപോലെ ലോസസ് കുറക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? എക്കണോമൈസർ. സോ എത്ര പെർസെൻറ്റേജ് ആണ് എക്കണോമൈസർ ബോയിലർ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാന്ന് വെച്ചാൽ ആൻസർ ഇതാണ് 4 to 10%. ദ ആൻസർ ഈസ് ബി, 4 to 10%. ഇത് നോക്കുക, ഡി എയറേറ്റീവ് ഹീറ്റിംഗ് ഈസ് ഡൺ ടു. എന്തിനാണ് ഡി എയറേഷൻ നടക്കുന്നത്? ഡി എയറേഷൻ നമ്മൾ ഡി എയറേറ്റർ പറഞ്ഞിട്ടുണ്ട് തെർമൽ പവർ പ്ലാന്റിൽ. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? തെർമൽ പവർ പ്ലാന്റിൽ. അതായത് വാട്ടർ വരുന്നു അല്ലേ, വാട്ടർ വരുന്നു, വാട്ടർ ഫീഡ് വാട്ടർ ഹീറ്ററിലേക്ക് പോകുന്നു. ഫീഡ് വാട്ടർ ഹീറ്ററിൽ നിന്ന് വന്ന ശേഷം ഫീഡ് വാട്ടർ വന്ന ശേഷം എന്ത് ചെയ്യും? അതിനിടയിൽ പമ്പ് ഉണ്ടാവും. പിന്നെ ഫീഡ് വാട്ടർ ഹീറ്റിൽ പമ്പ് എന്ത് ചെയ്യും? വാട്ടർ ഹീറ്റ് ആവും, ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഗ്യാസസ് എന്ത് ചെയ്യണം? അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതിന് മുന്നേ റിമൂവ് ചെയ്യണം. അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതിന് മുന്നേ റിമൂവ് ചെയ്യണം. സോ ആ ഗ്യാസ് റിമൂവ് ചെയ്യാൻ വേണ്ടി, വാട്ടറിലുള്ള ഗ്യാസ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഡി എയറേഷൻ. സോ ആൻസർ ഇവിടെ എന്താ? റിമൂവ് ഡിസോൾവ്ഡ് ഗ്യാസസ് ഇൻ വാട്ടർ. നെക്സ്റ്റ് വൺ, നമുക്ക് അടുത്തത് ന്യൂക്ലിയർ പവർ പ്ലാന്റിലേക്ക് പോവാം. ലാസ്റ്റ് വൺ ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, മോഡറേറ്റർ ഇൻ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഈസ് യൂസ്ഡ്. എന്തിനാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് നമ്മൾ മോഡറേറ്റർ യൂസ് ചെയ്യുന്നത്? മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് മോഡറേറ്റർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ ന്യൂട്രോൺസിനെ, അതായത് ന്യൂക്ലിയർ ഫിഷൻ്റെ സമയത്ത് റിലീസ് ചെയ്യുന്ന ന്യൂട്രോൺസിനെ സ്പീഡ് കുറക്കാൻ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോഡറേറ്റർ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ചെയ്താൽ കോസ് കൊളീഷൻ വിത്ത് ഫാസ്റ്റ് മൂവിങ് ന്യൂട്രോൺസ് ടു റെഡ്യൂസ് ദെയർ സ്പീഡ്. സോ അതാണ് ഇവിടെ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ഒന്ന് നോക്കാം, മോസ്റ്റ് കോമൺലി യൂസ്ഡ് മോഡറേറ്റർ ഇൻ ന്യൂക്ലിയർ പ്ലാന്റ് ഈസ്. ന്യൂക്ലിയർ പ്ലാന്റ് നമ്മൾ യൂസ് ചെയ്യുന്ന മോഡറേറ്ററിന് എക്സാമ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കുക, നമ്മൾക്കറിയാം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. ഇവിടെ ഗ്രാഫൈറ്റ് കോൺക്രീറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. കോൺക്രീറ്റ് അല്ല, കോൺക്രീറ്റ് എന്താണ്? കോൺക്രീറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ കോൺക്രീറ്റിൻ്റെ ഫംഗ്ഷൻ വഴിയാണ്. കോൺക്രീറ്റ് നമ്മൾ റിഫ്ലക്ടർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്താണ്? റിഫ്ലക്ടർ. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഡി ആണ്, ഗ്രാഫൈറ്റ് ആണ് കറക്റ്റ് ആൻസർ. അത് തെറ്റാൻ പാടില്ല, ഗ്രാഫൈറ്റ് ആണ് കറക്റ്റ് മോഡറേറ്റർ യൂസ് ചെയ്യുന്നത്. സോ ആൻസർ ഡി. അടുത്ത് നോക്കുക, ദ ന്യൂക്ലിയർ എനർജി ഈസ് മെഷേർഡ് ഇൻ. ന്യൂക്ലിയർ എനർജി, ഇവിടെ നമുക്ക് മെയിനായിട്ട് 2 ടേമാണ് ഈ നമ്മൾ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നത്. ഇവിടെ 2 ടേം ഉണ്ട്. ഒന്ന് MEV എന്ന് പറയും, ഫസ്റ്റ് കൊടുത്തിന് MEV, ദെൻ ക്യൂറി. രണ്ടും ഇവിടെ വരുന്നത് തന്നെയാണ്, MEVയും ക്യൂറിയും. ബാക്കി 2 തൽക്കാലം നിങ്ങൾ നോക്കണ്ട, ബാക്കി 2 ഇവിടെ കണക്ഷൻ ഇല്ല. പക്ഷേ MEVയും ക്യൂറിയും രണ്ടിനും ന്യൂക്ലിയർ പവർ പ്ലാന്റുമായിട്ട് റിലേഷൻ ഉണ്ട്. അതിൽ നമ്മൾ ന്യൂക്ലിയർ എനർജി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് MEV. MEV എന്ന് വെച്ചാൽ എന്താ? മെഗാ ഇലക്ട്രോൺ വോൾട്ട്. എന്താണ് MEV? മെഗാ ഇലക്ട്രോൺ വോൾട്ട്. മെഗാ ഇലക്ട്രോൺ വോൾട്ട്. മെഗാ എന്ന് വെച്ചാൽ വളരെ വലുത്, അതതിൻ്റെ അർത്ഥം. മെഗാ ഇലക്ട്രോൺ വോൾട്ട്. മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ് MEVൻ്റെ ഫുൾ ഫോം. എന്നുവെച്ചാൽ അത്രയും ഹൈ എമൗണ്ട് ഓഫ് എനർജിയാണ് ന്യൂക്ലിയർ എനർജി എന്നാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒന്ന് നോക്കുക, ദി ടോട്ടൽ എനർജി റിലീസ്ഡ് ഇൻ ഫിഷൻ ഓഫ് യുറേനിയം ഈസ്. അതായത് യുറേനിയത്തിൻ്റെ ഫിഷൻ നടക്കുമ്പോൾ നമുക്കറിയാം നോർമലി
ന്യൂക്ലിയർ റിയാക്ടറിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? ന്യൂക്ലിയർ ഫിഷനാണ്. ന്യൂക്ലിയർ ഫിഷനിലെ കൂടിയാണ് അവിടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എഗെയിൻ നമ്മളവിടെ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ എന്ന് വെച്ചൊരു മെയിൻ ഫ്യൂവലാണ് എന്താണ്? യുറേനിയാണ് നമ്മൾ മെയിനായിട്ട് അവിടെ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ. ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ മെയിൻ ഫ്യൂവലാണ് യുറേനിയം. സോ ഇവിടെ യുറേനിയത്തിൽ നടക്കുമ്പോൾ, യുറേനിയം ഫിഷൻ നടക്കുമ്പോൾ എത്ര എനർജി റിലീസ് ചെയ്യുന്ന ചോദിക്കുന്നത്? ഓൾമോസ്റ്റ് 200 MeV ആണ് റിലീസ് ചെയ്യുന്നത്. ഇവിടെ ഏറ്റവും അടുത്ത് എന്താ? 199 MeV ആണ് ആൻസർ. സോ ആൻസർ ഈസ് ബി. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ന്യൂക്ലിയർ റിയാക്ടർ ഡസ് നോട്ട് റീഡ് എ ഹീറ്റ് എക്സ്ചേഞ്ചർ ഫോർ ജനറേഷൻ ഓഫ് സ്റ്റീം? എല്ലാ ന്യൂക്ലിയർ റിയാക്ടറിലും നമുക്കറിയാം ഓൾമോസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒന്നിൽ മാത്രം നമുക്ക് ഹീറ്റ് എക്സ്ചേഞ്ചർ ആവശ്യമില്ല. ഏതിലാണ്? നമുക്ക് ജസ്റ്റ് ഓപ്ഷൻ നോക്കിയിട്ട് പറയാൻ പറ്റുമോ? അതായത് നമുക്ക് സ്റ്റീം ജനറേഷൻ ആവശ്യമില്ലാത്ത ന്യൂക്ലിയർ റിയാക്ടറാണ് ചോദിക്കുന്നത്. നമ്മൾ സ്റ്റീം എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വാട്ടർ ചൂടാക്കിയിട്ട് അല്ലേ? വാട്ടർ ചൂടാക്കിയിട്ടാണ് നമ്മൾ നോർമലി സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ വാട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്ന ചോദിക്കുന്നത്. ഓപ്ഷൻ നോക്കി, ഇവിടെ ഓൾറെഡി ഓപ്ഷൻ ഡി നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ കൊടുത്തിരിക്കുന്നത്? ഇവിടെ ബോയിലിംഗ് വാട്ടർ റിയാക്ടർ. ഓൾറെഡി അത് ബോയിലിംഗ് വാട്ടറാണ്. സോ പിന്നെ എക്സ്ട്രാ ഇവിടെ ഹീറ്റ് ജനറേറ്റർ ആവശ്യമില്ല സ്റ്റീമിന്. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, ബോയിലിംഗ് വാട്ടർ റിയാക്ടർ. ദ കോമൺലി യൂസ്ഡ് മെറ്റീരിയൽ ഫോർ ഷീൽഡിങ്. ഇതാണ് നേരത്തെ പറഞ്ഞത് ഷീൽഡിങ്. ഇത് ഷീൽഡിംഗ് എന്ന് വെച്ചാൽ എന്താ? പ്രൊട്ടക്ഷൻ. അതായത് പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ന്യൂക്ലിയർ റിയാക്ടർ നടക്കുമ്പോൾ അവിടെ പ്രൊട്ടക്ടറായിട്ട് ഷീൽഡിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? രണ്ട് മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് ലെഡ്, ഒന്ന് കോൺക്രീറ്റ്. സോ ആൻസർ ഈസ് എ, ലെഡ് ഓർ കോൺക്രീറ്റ്. നെക്സ്റ്റ് വൺ, ദ മെയിൻ ഇൻട്രസ്റ്റ് ഓഫ് ഷീൽഡിംഗ് ഇൻ ന്യൂക്ലിയർ റിയാക്ടർ ഈസ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ്. നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറിൽ ഷീൽഡിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. അത് മെയിനായിട്ട് എന്തൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ മെയിനായിട്ട് രണ്ട് സംഭവങ്ങളാണ് ന്യൂക്ലിയർ റിയാക്ഷൻ്റെ സമയത്ത് റിയാക്ടറിൽ റിലീസ് ചെയ്യുക. ഫസ്റ്റ് വൺ ഈസ് ന്യൂട്രോൺ റിലീസ് ചെയ്യും. ആ ന്യൂട്രോൺ റിലീസ് ചെയ്യും. ദെൻ ഗാമ റേസ് റിലീസ് ചെയ്യും അതിൻ്റെ കൂടെ. സോ ഈ ന്യൂട്രോണും ഗാമ റേസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഷീൽഡിംഗ്. സോ ആൻസർ ഡി. നെക്സ്റ്റ് വൺ, റിഫ്ലക്ടർ ഇൻ എ ന്യൂക്ലിയർ റിയാക്ടർ ഈസ് യൂസ്ഡ് ടു. നമ്മൾ റിഫ്ലക്ടർ യൂസ് ചെയ്യും ന്യൂക്ലിയർ റിയാക്ടറിൽ. എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്? അതായത് ഈ വരുന്ന ന്യൂട്രോൺസിന്, എക്സ്ട്രാ വരുന്ന ന്യൂട്രോൺസിന് എന്ത് ചെയ്യും? അത് റിഫ്ലക്റ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? തിരിച്ച് കോറിലേക്ക് അതിനെ റിട്ടേൺ ചെയ്യും. കോർ എന്ന് വെച്ചാൽ ഇനീഷ്യലി ന്യൂട്രോൺ വരുന്ന സ്ഥലം, ഇനീഷ്യൽ ന്യൂട്രോണിൻ്റെ പ്ലേസ്, തിരിച്ച് അതിനെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് കോറിലേക്ക് തിരിച്ചയക്കും. സോ ആൻസർ ഈസ് എ, റിട്ടേൺ ദ ന്യൂട്രോൺസ് ബാക്ക് ഇൻ ടു കോർ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പാർട്ടിക്കിൾസ് ഈസ് ദ ലൈറ്റസ്റ്റ് മെറ്റീരിയൽ? നമുക്കറിയാം ഏറ്റവും ലൈറ്റസ്റ്റ് മെറ്റീരിയൽ ഏതാണ്? എപ്പോഴും ഇലക്ട്രോൺ ആണ് ഏറ്റവും ലൈറ്റസ്റ്റ് മെറ്റീരിയൽ. ദെൻ അടുത്തത്, ദ പ്രോസസ് ബൈ വിച്ച് എ ഹെവി ന്യൂക്ലിയസ് ഈസ് സ്പ്ലിറ്റ് ഇൻ ടു 2 ലൈറ്റ് ന്യൂക്ലിയേ. എന്താണ്? ഒരു വലിയ ന്യൂക്ലിയസ് രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? ഫിഷൻ എന്ന് പറയും. എഗെയിൻ സപ്പോസ് ആ രണ്ട് ചെറിയ ന്യൂക്ലിയസ് ചേർന്നിട്ട് വലിയ ന്യൂക്ലിയസ് ആവുന്നതിന് എന്ത് പറയും? ഫ്യൂഷൻ എന്ന് പറയും. സോ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ എ ഹെവി ന്യൂക്ലിയസ് ഇസ് സ്പ്ലിറ്റഡ് ഇൻ ടു 2 ലൈറ്റ് ന്യൂക്ലിയാണ്. സോ ആൻസർ എന്താണ്? ഫിഷൻ. ബി ആണ് ആൻസർ, ഫിഷൻ. സ്പ്ലിറ്റിംഗ് നടക്കുന്നത്. സോ ഫിഷൻ ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, ദ ഫസ്റ്റ് ന്യൂക്ലിയർ റിയാക്ടർ പ്ലാന്റ് ഇൻ ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ് അറ്റ്. ആദ്യത്തെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇന്ത്യയിൽ എവിടെ ഉണ്ടായിരിക്കുന്നത്? താരാപൂർ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, താരാപൂർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് വളരെ ഫേമസ് ആണ്. സോ ഫസ്റ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത് താരാപൂരിലാണ്. നെക്സ്റ്റ് വൺ, നാച്ചുറൽ യുറേനിയം ഈസ് മേഡ് അപ്പ് ഓഫ്. ജസ്റ്റ് ആലോചിച്ച് നോക്കുക, ഈ യുറേനിയത്തിൽ നാച്ചുറൽ യുറേനിയം എന്ന് പറയുമ്പോൾ അതിൽ യുറേനിയം 238 അതാണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന യുറേനിയം. അത് വളരെ കൂടുതലായിരിക്കും. യുറേനിയം 238 വളരെയധികം കൂടുതൽ നമ്മൾ എന്ത് പറയുന്നത്? നാച്ചുറൽ യുറേനിയം എന്ന് പറയുന്നത്. ഇവിടെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഓപ്ഷൻ എ 99.282% യുറേനിയം 238 ആണ്. ദെൻ 0.712% യുറേനിയം 235 ആണ്. ദെൻ 0.006% യുറേനിയം 234 ആണ്. സോ ഇതിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? യുറേനിയം 238 ആണ്. സോ നാച്ചുറൽ യുറേനിയം വെച്ച് ഏതാണ്? എ ആണ് ആൻസർ. നെക്സ്റ്റ്, ദി യൂണിറ്റ് ഓഫ് റേഡിയോ ആക്ടിവിറ്റീസ്. നേരത്തെ പറഞ്ഞു രണ്ട് ടേമാണ് മെയിനായിട്ട് ന്യൂക്ലിയർ റിയാക്ടറിൽ വരും. ഒന്ന് MEVയും ഒന്ന് ക്യൂറി. സോ റേഡിയോ ആക്ടിവിറ്റിൻ്റെ യൂണിറ്റ് ഏതാണ്? നമുക്കറിയാം റേഡിയോ ആക്ടിവിറ്റി അതെല്ലാം കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത ആളാണ് ആര്? മാഡം ക്യൂറി. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ അതിൻ്റെ യൂണിറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് മാഡം ക്യൂറിൻ്റെ നെയിമിലാണ്. സോ ആൻസർ എന്താ? ക്യൂറി. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ കൂളൻറ്റ് ഇൻ ന്യൂക്ലിയർ റിയാക്ടർ. നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറിൽ കൂളൻറ്റ് യൂസ് ചെയ്യും. എന്തിനായിരിക്കും കൂളൻറ്റ് യൂസ് ചെയ്യുന്നത്? കൂളൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് എന്തിനാണ്? അവിടെ വരുന്ന ഹൈ ടെമ്പറേച്ചറിനെ റിലീസ് ചെയ്യുക, അവിടെ അതിനെ തണുപ്പിക്കാൻ. അവിടെ വരുന്ന ഹൈ ടെമ്പറേച്ചർ കുറക്കാൻ വേണ്ടി, അത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡിക്രീസ് ചെയ്യാൻ, തണുപ്പിക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്
കൂളൻ്റ്. സോ ആൻസർ ഏതായിരിക്കും? ഇവിടെ യൂസ് ചെയ്യുന്ന കൂളൻ്റ് മെയിനായിട്ട് ലൈറ്റ് ഓർ ഹെവി വാട്ടറാണ്. ലൈറ്റ് ഓർ ഹെവി വാട്ടർ. സോ ഓപ്ഷൻ ഈസ് എ. നെക്സ്റ്റ്, ദ ഫംഗ്ഷൻ ഓഫ് കൺട്രോൾ റോഡ്സ് ഇൻ ന്യൂക്ലിയർ റിയാക്ടർ പവർ പ്ലാന്റ് ഈസ്. അതായത് ന്യൂക്ലിയർ റിയാക്ടർ പവർ പ്ലാന്റിൽ എന്തിനാണ് നമ്മൾ കൺട്രോൾ റോഡ്സ് യൂസ് ചെയ്യുന്നത്? നമ്മൾ മെയിനായിട്ട് രണ്ട് സംഭവങ്ങളാണ് യൂസ് ചെയ്യുന്നത് അവിടെ. ഒന്ന് മോഡറേറ്ററും ഒന്ന് കൺട്രോൾ റോഡ്സും. മോഡറേറ്റർ ഞാൻ പറഞ്ഞത് എന്താണ്? ന്യൂട്രോൺസിനെ സ്ലോ ഡൗൺ ചെയ്യുക, അതാണ് മോഡറേറ്റർ ചെയ്യുന്നത്. അതുപോലെ കൺട്രോൾ റോഡ്സ് ചെയ്യുന്നത് എന്താ വെച്ചാൽ അവിടെ ഉണ്ടാകുന്ന എക്സ്ട്രാ വരുന്ന ന്യൂട്രോൺസിനെ അബ്സോർബ് ചെയ്യുക. എക്സ്ട്രാ ന്യൂട്രോൺസിനെ അബ്സോർബ് ചെയ്യുന്നതാണ് കൺട്രോൾ റോഡ്സ്. സോ ദ ആൻസർ ഈസ് ടു കൺട്രോൾ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രോൺസ്. സോ എന്തായിരിക്കും ആൻസർ? സി ആയിരിക്കും ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ എക്കണോമിക്കൽ ഓപ്പറേഷൻ ഓഫ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ഇത് എക്കണോമിക്കൽ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ എന്താ? ഏറ്റവും മിനിമം കോസ്റ്റിൽ വർക്ക് ചെയ്യുക, അതാണ് എക്കണോമിക്കൽ ഓപ്പറേഷൻ. അങ്ങനെയാണെങ്കിൽ അതായത് ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ ഓപ്പറേഷൻ കോസ്റ്റ്, ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ ഓപ്പറേഷൻ കോസ്റ്റ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ മോഡറേറ്റർ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക? മോഡറേറ്റർ യൂസ് ചെയ്യണമെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താ? അവിടെ ന്യൂട്രോൺസിൻ്റെ സ്പീഡ് കുറക്കാൻ പറ്റും. കൂളൻ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുക? അവിടെ ഹീറ്റ് കുറക്കാൻ പറ്റും. കൺട്രോൾ റോഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എക്സ്ട്രാ ന്യൂട്രോൺസിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. പക്ഷെ നോക്കുക, ഇവിടെ യൂസ്ഡ് ഫ്യൂവൽ ഷുഡ് ബി റീപ്രോസസ്ഡ്. ഓൾറെഡി യൂസ് ചെയ്ത ഫ്യൂവൽ നമ്മൾ വീണ്ടും യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? എക്സ്ട്രാ ഫ്യൂവൽ കോസ്റ്റ് കുറയും. എക്സ്ട്രാ ഫ്യൂവൽ കോസ്റ്റ് കുറയുന്നത് വെച്ചാൽ നമ്മളെ ഓപ്പറേഷൻ മോർ എക്കണോമിക്കലാവും. സോ ഇത്രയാണ് നമ്മൾ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്നും കൂടെ റിവൈസ് ചെയ്ത് നോക്കുക, എല്ലാ ക്വസ്റ്റ്യനും ഒന്നും കൂടെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.